വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് മസ്കറ്റിലെ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള സ്ഥലത്താണ്, ജബൽ അക്തർ. ഞാൻ ആക്ച്വലി ഇവിടെ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെയാണ്. GCCയിലെ തന്നെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളുള്ളത് നമ്മുടെ ഒമാനിലാണെന്നാണ് പറയപ്പെടുന്നത്. സോ അതിനുള്ള റീസൺസ് ഞാൻ ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഞാൻ ആകെ ഇവിടെ വന്നിട്ട് 4 months ആയേ ഉള്ളൂ. സോ ഞാൻ ഓരോ സ്ഥലങ്ങളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തിരിക്കുകയാണ്. ആ കാണുന്നതൊക്കെ മുന്നേ ഉണ്ടായ ചെറിയ ചെറിയ നഗരങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. കുറച്ച് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനായ വീടൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മളധികം അങ്ങോട്ട് പോയില്ല. നമ്മൾ പോയത് നല്ലൊരു ടൈമിലായിരുന്നു. മീൻസ് മഴയൊക്കെ വന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് മസ്കറ്റ് മദയിലല്ല, അവിടേക്ക് ഭയങ്കര ചൂടാണ്. സോ അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ നമ്മൾ ഇവിടേക്ക് നടന്ന് കണ്ട് അവനോട് കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. സോ ഇവിടെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാനൊക്കെ. സോ എനിക്ക് ഇവിടെ പോയിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. മീൻസ് നമ്മുടെ നാട് പോലെ തന്നെയാണ് ആ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ. ഞാൻ വിചാരിച്ചില്ല ഗൾഫ് കൺട്രീസിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുമെന്ന്. ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇത് ഡയറക്റ്റ് ഫീൽ ചെയ്തപ്പോൾ ഇത് ഭയങ്കര ഹാപ്പിയായി. ഈ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങുമ്പോഴൊക്കെ ഞാൻ സൈഡായി. പക്ഷെ എന്നാൽ കൂടി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം കാണാൻ പറ്റി. പോയില്ലെങ്കിൽ ശരിക്കും മിസ്സാകും. മസ്കറ്റിലൊക്കെ ഉള്ള ആൾക്കാർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഗൈസ് പ്ലീസ് ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്. ഓക്കെ, അടിപൊളി സ്ഥലമാണ്. പേഴ്സണലി എനിക്കും ഒത്തിരി ഇഷ്ടമായി. അതിനുശേഷം നമ്മളിവിടെ ജബൽ അക്തർ ഫെസ്റ്റ് കാണാൻ പോയി. അവിടെയൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ആക്ച്വലി അതെന്താണ് എനിക്ക് അറിയില്ല. ഇവരുടെ നാട്ടിൽ എന്തോ തനതായ കല എന്തോ പേര് പറഞ്ഞായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ ഫുൾ വീഡിയോ ഞാൻ പിന്നെ കാണിക്കാം. ഇത് ഹൽവ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളൊരു ക്ലിപ്പിങ്സാണ്. അതിനുശേഷം നമ്മൾ ഒരു ഫാമിലേക്ക് പോയി. അവിടെ ഇതുപോലെ കുറേ അനാറൊക്കെ ഒരു വലിയൊരു ട്രീയിൽ ഫുള്ളാണ്. ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് ഡയറക്റ്റ് കാണുന്നത്. സോ നിറയെ അനാറ്, അതുപോലെ പിയേഴ്സ്, അങ്ങനെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ മാനും അതുപോലെ കുതിര അതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ ആഡ് ചെയ്തില്ല. സോ അത്രയുള്ള ഗൈസ്, ബൈ.